ഹലോ, ഇതെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ തലേദിവസം കേട്ടോ. എവിടേക്കും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പെട്ടെന്നാണ് പോകണം എന്നൊക്കെ പ്ലാൻ ഇട്ടത്. എൻ്റെ വീട്ടിൽ പറയും ഡാഷ് മുട്ടുമ്പോൾ പരമ്പ് തേടുന്ന വ്യക്തിയാണെന്ന്. അതുപോലെ ലാസ്റ്റ് നിമിഷമാണ് എല്ലാം സെറ്റാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് എവിടേക്കും അല്ല പോകുന്നത്, ഗോവയ്ക്കാണ് കേട്ടോ പോകുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അഖിലേട്ടൻ ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല, ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങോട്ട് പോവുകയാണ്. അഖിലേട്ടനെ കൊണ്ട് ഞാൻ മുമ്പേ പറയുന്നതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഞാനും ഒരു ഡാഷ് മുട്ടുമ്പോൾ പരമ്പ് തേടുന്ന വ്യക്തിയാണെങ്കിൽ അഖിലേട്ടൻ അതിൻ്റെ അപ്പുറമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴി അമ്മയുടെ സ്കൂളിലൊക്കെ ഒന്ന് കയറി. അഖിലേട്ടൻ്റെ പേഴ്സ് അമ്മയുടെ വണ്ടിയുടെ ഉള്ളിലായിരുന്നു കേട്ടോ. സോ അതൊക്കെ എടുക്കാൻ വേണ്ടി കയറി. പിന്നെ നമ്മൾ അഞ്ജുവിൻ്റെ വീട്ടിൽ കയറി. ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ അഞ്ജു എൻ്റെ നാത്തുവാനാട്ടോ. ഇത് നാത്തുവിൻ്റെ കുട്ടിയാണ്. സോ അവനെയൊക്കെ കണ്ടു. അവനും ഞാനും നന്നായിട്ട് ചേരും കേട്ടോ. കാരണം അവനും എനിക്കും പെറ്റ്സിനെ ഒരുപോലെ ഇഷ്ടമാണ്. കോഴിക്കോട്ട് നിന്ന് അത്യാവശ്യം കുറേ ട്രെയിൻസ് ഗോവയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഏതിലെങ്കിലും കയറാം, എന്നിട്ട് TTR കൊണ്ട് ഫൈൻ അടിച്ച് ടിക്കറ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കയറിയത്. പക്ഷെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു, നമുക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അഖിലേട്ടനോട് ദേഷ്യമായിരുന്നു ടിക്കറ്റ് കിട്ടുന്നവരെ, കാരണം ലാസ്റ്റ് നിമിഷമാണ്. പക്ഷെ എന്നാലും TTR നമ്മുടെ മുഖം കണ്ടതുകൊണ്ടായിരിക്കാം നമുക്ക് 2 ടിക്കറ്റ് നമുക്ക് റെഡിയാക്കി തന്നു കേട്ടോ. നമ്മൾ കോഴിക്കോട് നിന്ന് കയറിയിട്ട് കാസർഗോഡ് നിന്നാണ് നമുക്ക് ടിക്കറ്റ് കൺഫേം ആവുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടായിരുന്നു, ഫുഡൊക്കെ നമ്മൾ പാർസൽ എടുത്തിട്ടായിരുന്നു ട്രെയിനിൽ കയറിയത്. സത്യം പറയാം, ഇങ്ങനൊരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. അത്രയ്ക്കും എന്തോ അലമ്പ് ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ പാർസൽ എടുത്താൽ അത് നന്നായിരുന്നു, നാൻ എന്തോ ആയിരുന്നു, പക്ഷെ കറിയായിരുന്നു ഒട്ടും കൊള്ളത്തില്ല. പനീറും ചില്ലിയും കൂടെയുള്ള സംഭവമായിരുന്നു. പക്ഷെ നമുക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കണം എന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഈ ഒരു ട്രെയിൻ വന്നിട്ട് നമ്മൾ 3 മണിക്കാണ്, 3:10 ആകുമ്പോഴാണ് മടഗോൺ ജംഗ്ഷനിൽ എത്തുക കേട്ടോ. നോക്കണം, പുലർച്ചെയാണ് അവിടെ എത്താൻ വേണ്ടി പോകുന്നത്. പുലർച്ചെ എത്തിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഉള്ള ഹോട്ടൽസൊക്കെ ഏകദേശം 12 മണി 11 മണിക്കൊക്കെയാണ് ചെക്ക് ഇൻ ചെയ്യും കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ എത്തി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഒരു റൂം വേക്കൻ്റായി കിട്ടുകയും ചെയ്തട്ടോ. അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മടഗോൺ ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. 3:10 ആകുമ്പോൾ എൻ്റെ മുഖമൊക്കെ വീർത്തിരിക്കുമായിരുന്നു കേട്ടോ. കാരണം അഖിലേട്ടൻ എൻ്റെ മുകളിലത്തെ ബർത്തിൽ കൂർക്കം വലിച്ച് ഉറങ്ങുമായിരുന്നു. നേരെ ഇത് മുംബൈ ഡൽഹി പോകുന്ന ട്രെയിനാണ്. നമ്മൾ അവിടെ എത്തിയിട്ടേ എണിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, കാരണം എണിച്ചെണിച്ച് എത്താറായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ എന്തോ ഒരു ലഹള നടക്കുമ്പോൾ അഖിലേട്ടൻ അത് നോക്കി നിൽക്കുവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. ചായ ഒന്നും നന്നായിട്ടില്ല. പിന്നെ ഒരു ലോഞ്ച് എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിരിക്കാം, എന്നാലേ നമുക്കൊരു വണ്ടി നമുക്ക് വാടകയ്ക്ക് എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂട്ടിയാണ് എടുത്തത്. അതാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് കേട്ടോ. കാരണം നമുക്ക് ഇടവഴി കൂടിയും എളുപ്പത്തിൽ എവിടെ വേണമെങ്കിൽ നിർത്താനും ഒക്കെ പറ്റിയത്. ഇതാണ് കോള ബീച്ച് കേട്ടോ. അടിപൊളി ബീച്ചാണ്. ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് അധികം വരുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം എക്സ്പെൻസീവ് ആണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇവിടെ നല്ല അടിപൊളി വൈബായിരിക്കും കേട്ടോ. ഇനി ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അഖിലേട്ടൻ എന്നെ വെറും 2 ദിവസത്തേക്കാണ് ഗോവയിൽ കൊണ്ടുവന്നത്. അന്നൊരാഗ്രഹമായിരുന്നു ഇവിടെ ഒരു റൂം എടുക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ റൂം എടുത്തു. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, എനിക്ക് ഉറങ്ങി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നതാണ്. വെജ് അത്ര നന്നായിരിക്കില്ല കേട്ടോ, പക്ഷെ നോൺ വെജൊക്കെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സീ ഏരിയ ആണല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.